വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഐക്യം യാഥാർത്ഥ്യമാകാൻ എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ തുടർച്ചയിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത്. ലോകത്ത് ഇസ്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയുടെ അനിവാര്യതയെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. ഇന്ത്യ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വർഗീയ ചേരിതിരിവിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സമാധാനവാദികളുടെ ദൗത്യത്തെക്കുറിച്ച് നാം ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതവിശ്വാസങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുവാനും ആചരിക്കുവാനും മുസ്ലിമീങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആ കാഴ്ച നമ്മൾ ചരിത്രത്തിൽ ഏറെ കണ്ടതാണ്. അത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നതാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. മുസ്ലിമീങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് ഒരിക്കലും മറ്റുള്ള മതവിശ്വാസികൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമല്ല. മറിച്ച് അവരനുഭവിക്കുന്ന പ്രശ്നത്തെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരുമിച്ചു ചേരൽ മാത്രമാണത്. നമുക്കറിയാം, 1930കളിൽ ഇതിന് സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം പഞ്ചാബിൽ ഒരു വീട്ടിൽ ഉപ്പയും ഉമ്മയും മരണപ്പെട്ട ശേഷം അവരുടെ മക്കൾ 2 പേർ അവിടെ ബാക്കിയാവുകയുണ്ടായി. ഒരു സഹോദരനും ഒരു സഹോദരിയും. അതിൽ ആ സഹോദരൻ സഹോദരിയുടെ മുഴുവൻ സ്വത്തും കീഴടക്കി വെക്കുകയും അവളുടെ അവകാശം കൊടുക്കാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അന്നുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കോടതിയെ ആ സഹോദരി തന്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സമീപിക്കുകയുണ്ടായി. പക്ഷേ കോടതി അവളുടെ അവകാശം അവഗച്ചു കൊടുത്തില്ല. ലണ്ടനിലുള്ള പ്രിവി കൌൺസിലിൽ അവൾ വീണ്ടും പരാതിപ്പെട്ടു. ആ പരാതിക്കും പരിഹാരമുണ്ടായില്ല. അന്ന് ആ സഹോദരി മുന്നോട്ട് വെച്ച ഒരു വലിയ വാദം, ഞാൻ ഒരു മുസ്ലിമാണ്, എന്റെ സഹോദരനും മുസ്ലിമാണ്, ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരേണ്ടത്, അതല്ലാതെ നാട്ടുനടപ്പനുസരിച്ചുകൊണ്ടല്ല. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ് ഏതൊരു പൗരനും അവനവന്റെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാമെന്നത് ഇന്ത്യ നൽകുന്ന അവകാശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഇവിടെ വിവാഹം നടത്താനും വിവാഹമോചനം നടത്തുവാനും അതുപോലെ തന്നെ സ്വത്താവകാശം നടത്തുവാനും ഒക്കെയുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് പുരുഷന്റെ പകുതി സ്വത്തിന് ഞാൻ അവകാശിയാണ്, അതുകൊണ്ട് അതെനിക്ക് വകവെച്ചു നൽകണം എന്ന് ആ സഹോദരി വാദിക്കുകയുണ്ടായി. ഈ വാദം നേടിയെടുക്കുന്നതിന് വേണ്ടി അത് കേവലം ഒരു സ്വത്താവകാശത്തിന്റെ വാദമായിരുന്നില്ല, മറിച്ച് മുസ്ലിമീങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളനുസരിച്ച് ഖുർആൻ നൽകുന്ന വ്യക്തി നിയമങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പടയോട്ടമായി അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ അതിനെ കാണുകയും ദൈവബന്ധിലുള്ള മുസ്ലിം നേതാക്കന്മാർ
എല്ലാവിധ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് തോളൊരുമി ബ്രിട്ടീഷുകാർക്കെതിരെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതേ സന്ദർഭത്തിൽ തന്നെ 1930-കൾക്ക് ശേഷം ഏകദേശം 7 വർഷം മുസ്ലിം പണ്ഡിതന്മാരും സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരും ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തി നിയമങ്ങൾ ഞങ്ങൾക്ക് നേടിത്തരണമെന്ന ആ ഒരു മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന കാര്യത്തിന് വേണ്ടി അപ്പുറത്തും ഐക്യപ്പെടുകയുണ്ടായി. രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഐക്യം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള മറ്റൊരൈക്യം മറുഭാഗത്തും നടക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിട്ടില്ല. ഇതിന്റെ പേരിൽ മുസ്ലിം സൊസൈറ്റിയെ അന്നുള്ള മറ്റുള്ള ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആരും തന്നെ കുറ്റകരമായി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആ സമയത്തും സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ഒന്നിച്ചു മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതുപോലെ ഇപ്പോഴും ഇന്ത്യയിൽ വരുന്ന ഈ അസഹിഷ്ണുതക്കെതിരിൽ, വർഗീയതക്കെതിരിൽ, ചേരിതിരിവിനെതിരിൽ എല്ലാ ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചൊരു ഭാഗത്ത് പടയോട്ടം നടത്തുമ്പോൾ തന്നെ ഏക സിവിൽ കോഡ് രണ്ടാമത് വരുമ്പോൾ, അതുപോലെ തന്നെ മുസ്ലിം പ്രബോധകന്മാർക്കെതിരെയുള്ള വേട്ടകൾ വരുമ്പോൾ അതിനെതിരിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എല്ലാ സംഘടനകളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന്റെ ഘട്ടമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മരണശേഷമുള്ള പരലോകത്തുള്ള സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു ഐക്യം കൂടി നാം സ്വീകരിക്കേണ്ടതുണ്ട്. ആ ഐക്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഓരോ വ്യക്തിക്കും സ്വർഗം ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ സുന്നിയാണോ ജമാഅത്തുകാരനാണോ മുജാഹിദാണോ എന്നുള്ള വകഭേദങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും തർക്കമുള്ള വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനിലേക്ക് വരണം. അതിൽ നിങ്ങൾ ഐക്യപ്പെടണം. നിങ്ങൾ ആ വിഷയത്തിൽ ഭിന്നിക്കാൻ പാടില്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തി. അതെ, എന്താണ് വിശുദ്ധ ഖുർആനിലേക്കും അതുപോലെ തന്നെ ആ അള്ളാഹുവിന്റെ പാശത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയുണ്ടായാലോ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ മടക്കേണ്ടത്. അതെ, ഏതെങ്കിലും മതപരമായ വിഷയത്തിൽ ഭിന്നതയുണ്ടായാൽ അതിൽ ഖുർആൻ എന്തു പറയുന്നു, സുന്നത്ത് എന്തു പറയുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് അതിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ നേതൃത്വം നമ്മളോട് പറയുന്നതെങ്കിൽ ആ നേതൃത്വത്തെ അച്ചടക്കത്തോടുകൂടി അനുസരിച്ചുകൊണ്ട് അവർക്ക് കീഴിൽ നിന്നുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഐക്യത്തിന്റെ രാജപാതയിലേക്ക് കടന്നു വരികയാണ് സ്വർഗത്തിലേക്കുള്ള ഐക്യത്തിന്റെ വഴി എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞ ആ യഥാർത്ഥത്തിലുള്ള സത്യം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ അത് മൂടിവെച്ചുകൊണ്ടോ അത് മാറ്റിവെച്ചുകൊണ്ടോ ആണ് നമ്മുടെ നേതൃത്വം നമ്മളോട് സംസാരിക്കുന്നത് എങ്കിൽ അത് കേൾക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഇല്ല എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ പറഞ്ഞത്, ആദ്യം പൊതുവായി പറഞ്ഞു അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ ഉലുൽ അംറിനെയും നിങ്ങൾ അംഗീകരിക്കണം. പക്ഷേ പിന്നെ പറഞ്ഞതെന്താ, ഭിന്നതയുണ്ടായാൽ നിങ്ങൾ മടക്കേണ്ടത് ഇലല്ലാഹി വർ റസൂൽ, അവിടെ ഉലുൽ അംറ് എന്ന് പ്രത്യേകം പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ മടങ്ങേണ്ടത് എന്നാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള ഐക്യം, അതാണ് സ്വർഗത്തിന്റെ മാർഗം. അതെല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരു വിഭാഗത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. താൽപര്യത്തിന്റെ പിറകെ പോകുന്നവർക്ക് ഈ ഐക്യത്തിലേക്ക് വരാൻ കഴിയില്ല. നിലപാടിന്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ഐക്യം സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ആരാണ് താൽപര്യത്തിന്റെ പിറകെ പോകുക? ഈ രാജ്യത്തെ ഈ ഐഹിക ലോകത്തെ ചില താൽപര്യങ്ങളും ചില ലാഭ താൽപര്യങ്ങളും മോഹങ്ങളും ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ അവർക്ക് കഴിയില്ല അള്ളാഹുവിലും
പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അതോടൊപ്പം തന്നെ പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതാകുന്നു നല്ലത്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, അതാകുന്നു ഏറ്റവും നല്ല പര്യവസാനവും അതിനാകും ഉണ്ടാവുക. ഐക്യം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ, അതിന് നല്ല പര്യവസാനം ഉണ്ടാകണമെങ്കിൽ, അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മളുടെ വീടുകളിലും നമ്മളുടെ അങ്ങാടികളിലും നമ്മുടെ മഹല്ലകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ ഐക്യം യാഥാർത്ഥ്യമാകണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറയുന്നിടത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള ഐക്യം യാഥാർത്ഥ്യമാകുന്നുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഐക്യം എന്ന് പറയുമ്പോൾ മുജാഹിദ് ഐക്യം എല്ലാവർക്കും ഓർമ്മ വരും. കാരണം അതൊരു വലിയ സംഭവം തന്നെയാണ്. കഴിഞ്ഞ 14 വർഷം തെറ്റി നിന്നിരുന്ന 2 സംഘങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. അത് കടപ്പുറത്ത് വിളിച്ച ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാ നേതാക്കന്മാരും ആ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ മുജാഹിദുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ച് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത മുജാഹിദുകൾ എന്തായിരുന്നാലും അത് സന്തോഷത്തോടുകൂടി മാത്രമേ കേൾക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ മുജാഹിദ് പ്രബോധന സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം 11 മാസമായി കുറെയൊക്കെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന വിവരം ഞങ്ങളെല്ലാവരും പല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം വിളിച്ചുകൂട്ടി അതാ ഇങ്ങനെ ഐക്യപ്പെടാൻ പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം, അതെങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നാരും ഇവിടെ പ്രസംഗിക്കുകയോ ഉത്ബോധനം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്തേ കാരണം? ഇതൊക്കെ ശരിയായ രീതിയിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 10-14 വർഷം ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് ഈ പറഞ്ഞതുപോലെ തീർന്നിട്ടുണ്ട് എങ്കിൽ, തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതിന്റെ റിസൾട്ട് അറിയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് നമുക്ക് നിലപാട് സ്വീകരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മുജാഹിദുകൾ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ ഈ സംഭവം, ഇതിന്റെ തീരുമാനം പത്രസമ്മേളനത്തിലൂടെയാണ് ആദ്യം പുറത്തു വന്നത്. ഡിസംബർ 5-നുള്ള പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിലൂടെ വന്നപ്പോൾ തന്നെ അങ്ങനെ പ്രതീക്ഷിച്ച ആളുകൾക്ക് നിരാശയുണ്ടാകുന്ന രീതിയാണ് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിച്ചത്? 11 മാസത്തെ തീരുമാനം എന്താണ് എന്ന് അടിസ്ഥാനപരമായി പത്രക്കാരെ ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലും എന്താണോ ഉള്ളത് അതിലേക്ക് ഞങ്ങൾ എല്ലാവരും യോജിച്ചിട്ടുണ്ട് എന്ന ഒരു ഫോർമുല പറയുകയല്ലാതെ വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞില്ല. അപ്പോൾ അവിടെ സൂചിപ്പിച്ചു, ഇനി 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് പരിപാടിയുണ്ട്, അവിടെ ഞങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഒരു പത്രസമ്മേളനത്തിൽ ഒരു പക്ഷേ മുഴുവൻ മതപരമായ കാര്യങ്ങൾ, ഈ 10-14 വർഷമുണ്ടായ ആശയപരമായ കാര്യങ്ങൾ പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അവിടെ വന്ന ചോദ്യത്തിനൊരു ഉത്തരം പറയാൻ അതൊന്നും തടസ്സവുമായിരുന്നില്ല. സിഹിർ ഫലിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അത് നേരത്തെ വിശുദ്ധ ഖുർആനിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. അത് ജംഇയ്യത്തുൽ ഉലമ പലവട്ടം അത് ആ നിലപാട് ജനങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. 2012 പോലും തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് 2 മിനിറ്റ് വേണ്ട മറുപടി പറയാൻ. സിഹിറിന് ഹഖീഖത്ത് ഉണ്ട്, എന്നാൽ അത് ചെയ്യാൻ പാടില്ല, അത് വൻകുറ്റങ്ങളിൽ 2ാമത്തേതാകുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരമായി. പക്ഷേ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇനി അത് ജംഇയ്യത്തുൽ ഉലമ കൂടി 2ാമത് തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഇതുവരെ വെച്ചു പുലർത്തിയിരുന്ന യഥാർത്ഥ ആദർശപരമായ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരുന്നതിനു പകരം അതിന്റെ അലകും പിടിയും തട്ടും തറയും പോലും തരിപ്പണമാവുകയാണോ ചെയ്യുന്നത് എന്ന ഒരു സംശയം മുജാഹിദ് കേരളത്തിലുണ്ടായത്. എന്നാലും ക്ഷമയോടെ കൂടി കാത്തിരുന്നു. അവിടെ കടപ്പുറത്ത് സമ്മേളനം അതിനുവേണ്ടി മാത്രമാണല്ലോ വിളിച്ചുകൂട്ടുന്നത്, അവിടെ വെച്ചെങ്കിലും ഈ വിഷയം പറയുമെന്ന്. അങ്ങനെ അതാഗ്രഹിച്ചുകൊണ്ട് ഈ ഐക്യമെന്ന ആ ഒരു മഹത്തായ സംഗതിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ സന്തോഷ വർത്തമാനം അറിയുന്നതിന് വേണ്ടി ഈ എടവണ്ണയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ബസ്സുകളിൽ ആളുകൾ സ്വമേധയാ പോയവരുണ്ട്. അധികം ക്ഷണിക്കാതെ തന്നെ അവിടെ സ്വന്തം വാഹനത്തിലെത്തിയവരുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ സംഘടനയുടെ കുടക്കീഴിൽ മാത്രം നിൽക്കുന്നവരല്ല. പക്ഷേ മുജാഹിദുകൾ ഐക്യപ്പെടുന്നു, അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് കേട്ടപ്പോൾ അതിന്റെ തീരുമാനം അറിയുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കടപ്പുറത്ത് എത്തിച്ചേർന്നത്. പക്ഷേ ഓരോ പ്രസംഗങ്ങൾ കഴിയുമ്പോഴും
അതിനു മാത്രം ഉത്തരം ലഭിക്കുന്നില്ല. അവസാനം ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി ഐക്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദർശപരമായി എടുത്ത തീരുമാനം പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന ആമുഖത്തോടുകൂടി പ്രസംഗം തുടങ്ങിയപ്പോൾ എല്ലാവരും കാത് കൂർപ്പിച്ചത് കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്നു. ഇതാ ഇപ്പോൾ വിഷയങ്ങൾ പറയുമെന്ന്. പക്ഷേ ആ പ്രസംഗത്തിലും പറഞ്ഞത് 2002 മുമ്പുള്ളതിലേക്ക് തിരിച്ചു പോകാനും ബാക്കിയുള്ള ഏതാനും വിഷയങ്ങളിൽ 4-5 വിഷയങ്ങളിൽ പിന്നീട് ചർച്ച ചെയ്ത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സച്ചരിതരായ സലഫുസാലിഹ്യങ്ങളുടെയും മാർഗമനുസരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ ആ പത്രസമ്മേളനത്തിൽ ചോദിച്ച ചോദ്യത്തിന് പോലും സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ എന്ന ചോദ്യം കേരളത്തിലുണ്ട്. ആ ചോദ്യത്തിന് പോലും കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ഒരു മറുപടി ലഭിക്കാതെയാണ് അവിടെ സംസാരം അവസാനിച്ചത്. അതാണ് ഇവിടെയുള്ള പ്രശ്നം. അതുകൊണ്ടാണ് എടവണ്ണയിൽ ആദർശ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ടാണ് പുളിക്കലിൽ ആദർശ സമ്മേളനം ആ രീതിയിൽ വെക്കേണ്ടി വന്നത്. ആ പത്രസമ്മേളനത്തിന്റെ ഭാഷ കണ്ടതുകൊണ്ട് തന്നെയാണ് പുളിക്കലിൽ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ എടത്തനാട്ടുകരയിൽ ആദർശ സമ്മേളനം ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് ആ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും ശാഖകളിലും ഈ ഐക്യം ഉണ്ടായാൽ പോരാ, അത് യാഥാർത്ഥ്യമാകണം. ഐക്യം ശരിയായ രൂപത്തിൽ യാഥാർത്ഥ്യമാകണം എന്ന വിശദീകരണം നടത്തുക എന്നത് തന്നെയാണ് ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, ഇത് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, പഴയ 14 വർഷത്തെ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പറയണോ? അതൊരു വെഴുപ്പലക്കലല്ലേ? 2 സംഘടന ഭിന്നിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഐക്യപ്പെട്ടു, പരസ്പരം പൊരുത്തപ്പെട്ടു, മാപ്പാക്കി എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങാടിയിൽ മൈക്ക് കെട്ടി പറയുക എന്നത് ഒരു നവോത്ഥാന കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് യോജിച്ചതാണോ എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളും അത് അംഗീകരിക്കുകയാണ്. ഒരിക്കലും ഈ 14 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി നടത്തിയ ആരോപണങ്ങൾ നമ്മുടെ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രചിച്ച ചില ക്ഷുദ്രകൃതികൾ, ആ ക്ഷുദ്രകൃതികളെ കുറിച്ച് ഒരിക്കലും ഇനി നമ്മൾ വിഴുപ്പലക്കേണ്ടതില്ല. അതുപോലെ അന്നയച്ച ഊമക്കത്തുകളെ കുറിച്ച് വിഴുപ്പലക്കേണ്ടതില്ല. അന്നുണ്ടായ വ്യക്തിപരമായ ആരോപണങ്ങൾ ഇനി കെട്ടഴിക്കേണ്ടതില്ല. അതൊക്കെ ഐക്യമുണ്ടായ സാഹചര്യത്തിൽ ഇനി രണ്ടാമത് പറയുന്നത് ഒരു വൃത്തികേടാണ്, ഒരു വിഴുപ്പലക്കൽ തന്നെയാണ്. എന്നാൽ ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പരലോകം പ്രസംഗിച്ചുകൊണ്ട് ഈ എടവണ്ണയിൽ ഈ ആദർശ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ള സംസാരങ്ങൾ നടന്ന ഈ കേരളത്തിൽ അതിന്റെ വിശദാംശങ്ങൾ പറയേണ്ടത് നിർബന്ധമാണ്. എന്തിനാണ് ഭിന്നിച്ചത് എന്ന് താഴെ തട്ട് വരെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ജംഇയ്യത്തുൽ ഉലമ 2002 കാലഘട്ടത്തിലെടുത്ത തീരുമാനം, അത് ശാഖാതലം വരെ സർക്കുലർ കൊടുത്തുകൊണ്ട് അത് വായിച്ചു പഠിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അത് ഓരോ സ്ഥലത്ത് യോഗങ്ങൾ ചേർന്ന് വായിച്ചു പഠിപ്പിക്കുക തന്നെ ചെയ്തു. ഇപ്പോൾ പറയുന്നത് 2002 മടങ്ങുക എന്നതിൽ ഐക്യപ്പെട്ടുവെന്നാണല്ലോ. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ ഐക്യത്തിൽ ഉണ്ടായ ആശയപരമായ കാര്യങ്ങളും ഇതുപോലെ പഠിപ്പിക്കണം. 2002 അതേ നിലപാട് തന്നെ ഇപ്പോഴും വേണം. ഒരു സർക്കുലർ നമ്മൾ താഴേക്ക് കൊടുക്കണം, എന്നിട്ട് ശാഖകൾ കൂടി അത് അറിയിക്കണം. അതേപോലെ തന്നെ അത് പൊതുജനങ്ങളോട് വിശദീകരിക്കുകയും വേണം. രണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഐക്യം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ ഐക്യത്തെ തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ട്. കാരണം ഈ 14 വർഷമായി പല ഐക്യശ്രമങ്ങളും നടന്നിട്ട് അതൊന്നും വിജയിക്കാതെ പോയി. എന്നാൽ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയും അസ്ഗർ അലി സാഹിബും വ്യക്തിപരമായി അല്പം സംഭാഷണം നടത്തുകയും അവർ ചില സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തതാണ് ഈ ഐക്യത്തിന്റെ തുടക്കമെന്ന് അവര് തന്നെ ശബാബിലും മറ്റും എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അനൌദ്യോഗികമായ ചർച്ചകൾ മുന്നോട്ട് പോയതെന്നും 2 ഭാഗത്തുനിന്നും 5 ആളുകൾ പങ്കെടുത്തതെന്നും
പിന്നീട് അത് ഔദ്യോഗികമായി ആയി വരികയാണുണ്ടായത് എന്നാണ് അതിന്റെ നാൾ വഴികൾ വിശദീകരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ വിശദീകരണത്തിന്റെ അവസാനത്തിൽ യഥാർത്ഥത്തിലുള്ള ആശയപരമായ തീരുമാനങ്ങൾ കൂടി ജനങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ആരും സംശയിക്കില്ല, ആ നീക്കത്തെ, ആ ഗുണകാംക്ഷയെ ആരും സംശയിക്കുകയില്ല. പക്ഷേ തീരുമാനം പ്രഖ്യാപിക്കാതെ തീരുമാനിച്ചു എന്ന് മാത്രം പറയുകയാണെങ്കിൽ ജനങ്ങൾ ന്യായമായും സംശയിക്കും. അപ്പൊ കഴിഞ്ഞ 14 വർഷം ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങള് ഇവരൊന്നും ആത്മാർത്ഥമായിട്ടല്ലേ എടുത്തത്? കാരണം അബ്ദുറഹ്മാൻ സലഫിയും അസ്കർ അലി സാഹിബും ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ഇത് തീർന്നു എന്നാണ് പറയുന്നതെങ്കിൽ അപ്പൊ അവര് തമ്മിൽ എന്തോ ഒരു വ്യക്തിപരമായ പ്രശ്നമാണോ ഈ സംഘടനയിൽ പ്രശ്നമുണ്ടാകാനുള്ള തുടക്കം? അതാണോ ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടന്നുപോയത്? അവര് രണ്ടുപേരും ഇരുന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അത് അവസാനിക്കുകയാണോ ചെയ്തത്? അതിനായിരുന്നോ ഞങ്ങൾ 14 വർഷം ഇവിടെ ആദർശ സമ്മേളനങ്ങൾ അതിനുവേണ്ടിയാണോ സംഘടിപ്പിച്ചത്? അതിനുവേണ്ടിയാണോ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തിയത്? ഇരുവിഭാഗവും സുപ്രീം കോടതി വരെ നടത്തിയ കേസുകൾക്ക് എത്ര ക്യാഷ് ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും? സംഘടനയുടെ സംസ്ഥാനതല കേസ് മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളിലും പള്ളികളിലും മദ്രസകളിലും ഉണ്ടായ കേസുകൾക്ക് ഇരുവിഭാഗത്തിന്റെയും ആളുകൾ പ്രാദേശികമായി ചെലവഴിച്ച എത്രയെത്ര ഫണ്ടുകളുണ്ട്? അതൊക്കെ പരലോകം വിചാരിച്ച ആളുകൾ തന്ന പൈസകൾ, പണമല്ലേ? എന്തിനായിരുന്നു അത്? ഇത് ഇവര് രണ്ടുപേരും ഇരുന്നപ്പോൾ തീരുന്നു എന്ന് പറയുമ്പോൾ ഇതെന്തോ വ്യക്തിപരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നോ ഈ 14 വർഷം മുജാഹിദുകളെ തമ്മിലടിപ്പിച്ചത്? അങ്ങനെയായിരുന്നോ നമ്മുടെ ഇടവണ്ണയിലെ പല പള്ളികളിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്? ഈ ഒരു ചോദ്യം ന്യായമായും സ്വാഭാവികമായും നമ്മുടെ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന്, വിശിഷ്യ ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആത്മാർത്ഥതയുള്ള മുജാഹിദ് മനസ്സുകളിൽ നിന്ന് ഒരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ആ ഉയരുന്ന ചോദ്യത്തെ നമ്മൾ നിഷേധിച്ചതുകൊണ്ടോ അത് ഭിന്നിപ്പിന്റെ ആക്കിയതുകൊണ്ടോ അത് ശൈത്താന്റെ കുടിലതയായി പ്രഖ്യാപിച്ചതുകൊണ്ടോ ഒരിക്കലും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്തിനാ ഇതൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി എന്നാണ് പറഞ്ഞാ പോരെ? അതിലെല്ലാം പെട്ടില്ലേ? പിന്നെ ഭിന്നതയുള്ള വിഷയങ്ങള് ഈ സ്റ്റേജിലും പൊതുയോഗത്തിലും പിന്നെയും പറയേണ്ട കാര്യം എന്താ? അതൊക്കെ മുമ്പ് കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ ഭിന്നതയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതേപോലെ ഇനിയും വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉള്ളത് അവര് സ്വകാര്യമാക്കി വെക്കുക, അത് സ്റ്റേജിലും പേജിലും പറയാതിരുന്നാൽ പോരെ എന്ന് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ കാലം എടുത്തു നോക്കിയാൽ അടിസ്ഥാനപരമായ വിഷയത്തിൽ ഇനി ആർക്കെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സംഘടനയുടെ ഒരു പൊതു നിലപാടായി ഒരു കാലത്തും വന്നിട്ടില്ല. വിശിഷ്യ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സിഹിറിന്റെ വിഷയത്തിൽ പോലും അങ്ങനെയുള്ള നിഷേധമായ ചിന്തകൾ വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത് സംഘടനയുടെ ഔദ്യോഗികമായ ഒരു അഭിപ്രായമായി പ്രചരിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ പിന്നീടുണ്ട് എന്ന് പറയുന്നതൊക്കെ മസ്അലകളിലുള്ള വിഷയങ്ങളാണ്. അത് സ്വാഭാവികമായും മുമ്പ് കാലത്ത് തന്നെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്, അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മസ്അലകളിൽ രണ്ടഭിപ്രായം വന്നുവെന്നത് ഒരിക്കലും ഒരു ഭിന്നിക്കേണ്ടതിന്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിന്റെ പേരിൽ 2 പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതിന്റെ പേരിൽ 2 സംഘടന ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ മൻഹജിലുള്ള വ്യത്യാസമാണ് ഏറ്റവും പ്രധാനം. അതാകുന്നു ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന, കഴിഞ്ഞ 14 വർഷം ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ മസ്അലകളിലുള്ള വിഷയങ്ങളല്ല. മഹാഭൂരിപക്ഷവും അടിസ്ഥാനപരമായ വിഷയമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്, ഖുർആനിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണ്, അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലാണ് ഇവിടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മൾ അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന നിലപാട് ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ നിലപാട് വെച്ചു പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന ഒരു പ്രസ്ഥാനമാകുന്നു മുജാഹിദ് പ്രസ്ഥാനം. അല്ലാതെ ആ ഒരു എന്തുമാകാം അടിസ്ഥാന വിഷയത്തിൽ എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള വിഷയത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാലും ചില ആളുകൾ പറയും, നമുക്ക് ഈ ജിന്നും സിഹറും അതുപോലുള്ള സംഗതികളൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ അടിസ്ഥാന വിഷയങ്ങൾ തൗഹീദുമായി മുന്നോട്ട് പോയാൽ പോരെ?
ഇനി നമ്മൾ പിന്നിലേക്ക് നോക്കുന്നില്ല, മുന്നോട്ടുള്ള കുതിച്ചുചാട്ടമാണ് എന്ന് കടപ്പുറത്ത് വെച്ച് അസ്ഗർ അലി സാഹിബ് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതെ, നമുക്ക് മുന്നോട്ട് കുതിക്കണം. മുന്നോട്ട് കുതിക്കണമെങ്കിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് തൗഹീദ് തന്നെയാണ്. തൗഹീദ് പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ കടന്നുവരുമെന്നത് തൗഹീദ് പഠിച്ച ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ച എല്ലാവരുടെ ഗ്രന്ഥം പരിശോധിച്ചാലും അവസാനത്തെ 6, 7, 8 പേജുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാം. അതിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗം ആ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുക എന്നത് നമുക്ക് നിർബന്ധിതമായി പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ ഈ ഐക്യം ഉണ്ടാക്കിയ ശേഷം ഉണ്ടായ ഒരു പ്രധാന തീരുമാനമാണല്ലോ, ഇനി മുതൽ ഈ സിഹറുമായും ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം പൊതു സ്റ്റേജുകളിൽ ഈ വിവാദങ്ങൾ പറയാൻ പാടില്ല, നേരത്തെയുള്ള അഭിപ്രായ വ്യത്യാസം പറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനം എടുത്ത ശേഷവും പുറത്തിറങ്ങിയ ശബാബാകട്ടെ അൽമനാറാകട്ടെ പരിശോധിച്ചാൽ ആ കാര്യം അവർക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? അൽമനാറിൽ ഈ വിഷയം വീണ്ടും വന്നു. ഡിസംബറിൽ 2016 ഡിസംബറിൽ ഇറങ്ങി അൽമനാറിൽ. കഴിഞ്ഞ 11 മാസമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ. ആ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം ഇറങ്ങിയ അൽമനാറിലും വന്നു. അദൃശ്യജ്ഞാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു തുടർ പരമ്പരയുണ്ട്. അതിൽ ഒരു ലേഖനം. ആ ലേഖനത്തിൽ ഇതാ വീണ്ടും സിഹിറിന്റെ വിഷയം, അതിൽ സിഹിറിന് ഹക്കീക്കത്തുണ്ട് എന്ന വിഷയം വന്നിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ അത് പുറത്തു വരെ എഴുതേണ്ടി വന്നു. അത് അൽമനാറ് ഇപ്പോൾ വിവാദമാക്കിയതാണോ? അത് സ്വാഭാവികമായും തൗഹീദ് പറയുന്നിടത്ത്, അദൃശ്യജ്ഞാനം പറയുന്നിടത്ത് അത് പറയുക എന്നത് അനിവാര്യമായി വരും. അതിന്റെ തെളിവാണ് ഇപ്പോൾ പോലും അൽമനാറിന് അത് പറയേണ്ടി വന്നു എന്നത്. അതേ സംഗതി തന്നെ അതിന്റെ നേർവിപരീതം, അഥവാ സിഹിർ ഫലിക്കുമെന്നത് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന നേരത്തെയുള്ള വാദം, ആ വാദം ഇപ്പോൾ വീണ്ടും ശബാബിൽ വന്നിരിക്കുന്നു. ഐക്യത്തിന്റെ ഫോർമുലയിൽ എന്തു ചെയ്യും ഇനി? ഐക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് സ്റ്റേജിലും പേജിലും പറയില്ല എന്നാണ്. പക്ഷേ ഐക്യം കഴിഞ്ഞ് ചുരുങ്ങിയ ദിനങ്ങൾ പിന്നിട്ടപ്പോഴേക്കും വീണ്ടും അത് വന്നിരിക്കുന്നു. വീണ്ടും അത് ശബാബിൽ വന്നിരിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ നമ്മുടെ നാട്ടുകാരൻ സലാം സുല്ലമി തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജിന്നും സിഹിറും ആരും അതിങ്ങനെ ബോധപൂർവം ചർച്ചയാക്കി അത് കൊണ്ടുവന്ന് അതൊരു പ്രബോധന വിഷയാക്കുക എന്നുള്ളതല്ല. അത് തൗഹീദ് പറയുമ്പോൾ സ്വാഭാവികമായും സുന്നികളിൽ നിന്ന് ആ വിഷയം ചോദ്യം വരും. അപ്പോൾ മറുപടി പറയേണ്ടി വരും. അത് വിശദീകരിക്കുക മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ തുടർന്നു വരുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ആശയപരമായി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. എന്റെ ശ്രോതാക്കൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊരു പ്രബോധന വിഷയാക്കല്ല. അത് തൗഹീദ് പഠിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും ആ ഏരിയയിലുള്ള കൺഫ്യൂഷൻ തീർത്തു കൊടുക്കണം. അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോവുകയാണ് ചെയ്യുക എന്ന തത്വം കൊണ്ടാണ് അത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പറയും ഇത് ഞങ്ങളുടെ ഒരു കുടുംബ വിഷയമായിരുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ കൂടിയിരുന്നൊക്കെ ചർച്ച ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇതിന് പുറത്തു നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ടായ ആൾക്കാർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറമക്കാർക്ക് എന്താ അതിൽ കാര്യം എന്നാ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കുടുംബ വിഷയമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലും അടുക്കളയിലും ഡൈനിങ് ടേബിളിന് ചുറ്റിലും മാത്രമല്ലേ ആ ചർച്ച നടക്കേണ്ടിയിരുന്നുള്ളൂ? എന്തിനാണ് എടവണ്ണ അങ്ങാടിയിൽ തുടർച്ചയായ ആദർശ സമ്മേളനങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയത്? എന്തിനാണ് എറണാകുളത്തൊരു സമ്മേളനം നടക്കുമ്പോൾ തന്നെ കോഴിക്കോട് സമ്മേളനം നടത്തിയത്, സ്വപ്നനഗരിയിൽ സമ്മേളനം നടത്തിയത്? എന്തിനാണ് ചങ്ങരംകുളത്ത് സമ്മേളനം നടക്കുമ്പോൾ തന്നെ പനമരത്ത് വേറൊരു സമ്മേളനം നടത്തിയത്? എന്തിനാണ് അഴിഞ്ഞിലത്തൊരു സമ്മേളനം നടക്കുമ്പോൾ തന്നെ കോട്ടക്കലിൽ മറ്റൊരു സമ്മേളനം നടത്തിയത്? ലക്ഷങ്ങളല്ലേ ഈ സമ്മേളനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിച്ചത്. ആ സമ്മേളനങ്ങളിലൊക്കെ എന്തിനാ അത് പ്രചരിപ്പിച്ചത്? ഇത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചതാണ്. പള്ളികളിൽ കുഴപ്പങ്ങൾ ഉണ്ടായതാണ്. അതിൽ നമ്മൾ മാത്രമല്ല ഇടപെട്ടുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ജഡ്ജിമാർ ഇടപെട്ടിട്ടുണ്ട്, വക്കീൽമാർ ഇടപെട്ടിട്ടുണ്ട്.
പലപ്പോഴും കുഴപ്പമുണ്ടായപ്പോൾ അവരെ പിടിക്കുവാനും മദ്യം പറയുവാനും എല്ലാ നാട്ടുകാരും ഇടപെട്ടിട്ടുണ്ട്. ഇത് ഈ സമൂഹത്തോട് സംവദിച്ച ഒരു ആദർശ വിഷയങ്ങളാണ് കഴിഞ്ഞ 14 വർഷം. കേരളത്തിലെ ഓരോ മണൽത്തരികൾക്കും അല്ല, വിദേശ രാഷ്ട്രങ്ങളിലെ GCC കൺട്രികളിലെ ഇസ്ലാഹി സെന്ററുകൾക്ക് വരെ ഈ വിഷയത്തിൽ അവർ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു കുടുംബ വിഷയമല്ല, ഇതൊരു സമൂഹത്തിന്റെ വിഷയമാണ്, എല്ലാവരുടെയും സ്വർഗത്തിന്റെ വിഷയമാണ്. അപ്പോൾ ഭിന്നിപ്പിന്റെ കാരണം വിശദീകരിച്ച നമുക്ക് ഐക്യത്തിന്റെ, യോജിപ്പിന്റെ ഫോർമുല കൃത്യമായി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? പിന്നെ അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇനി നിങ്ങൾക്ക് എന്താ കുഴപ്പം? സുഹൃത്തുക്കളെ, തൗഹീദ് പറഞ്ഞു മുന്നോട്ട് പോകുമ്പോ സുന്നികൾ ഈ ചോദ്യമായിട്ട് വരും. അപ്പൊ മറുപടി പറയേണ്ടി വരും. അത് മറുപടി പറയാൻ ഇനി കഴിയില്ല എന്നതാണ് ഈ ഐക്യത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് തെളിവ് വേണോ? പുളിക്കലിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വന്ന് തൗഹീദിനെ നിശിതമായി വിമർശിച്ചു, ഈ പ്രസ്ഥാനത്തെ കളിയാക്കി. നമ്മൾ കാത്തുനിന്നു ആരെങ്കിലും അതിന് മറുപടി പറയുമോ എന്ന്. കണ്ടില്ല, ആരെയും അവിടെ കണ്ടില്ല. രണ്ടു കൂട്ടരും ഒന്നിച്ചിട്ടും അവിടെ കണ്ടില്ല. അവിടെ ഈ കൂട്ടായ്മയാണ് അവിടെ പരിപാടി വെച്ച് അതിന് മറുപടി പറഞ്ഞത്. അതുപോലെ അനവധി സ്ഥലങ്ങളിലതാ സുന്നി മുസ്ലിയാക്കന്മാർ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊന്നും മറുപടിയുമായി വന്നിട്ടില്ല. ഇനി മറുപടിയുമായി വന്നാൽ തന്നെ അതൊരു പ്രാവശ്യം പറയാൻ മാത്രമേ പലപ്പോഴും കഴിയുകയുള്ളൂ. അതൊരു പരമ്പരയായി ആദർശ പഠനത്തിന്റെ കളരിയായി കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ആദർശ കൂട്ടായ്മ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വ്യക്തതയാണ് പ്രധാനം. ആ വ്യക്തത നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമായി ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലും സച്ചരിതരായ സലഫുകൾ എന്താണോ വിശ്വസിച്ചത് അതിലേക്ക് ഞങ്ങൾ മടങ്ങി എന്ന് പറഞ്ഞാൽ പോരേന്ന്. എന്ത് വിഷയം ചോദിച്ചാലും അതിലേക്ക് മടങ്ങി, എന്താ കുഴപ്പം? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ സുന്നികൾ നമ്മളോട് ചോദിച്ചു, അല്ലേ, അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം പാടില്ല എന്നല്ലേ മുജാഹിദീങ്ങൾ പറയുന്നത്, എന്താ അതിന് തെളിവ്? നമ്മളെന്താ ഉത്തരം പറഞ്ഞത്? ഖുർആനിലും സുന്നത്തിലും ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് മാത്രം പറഞ്ഞത്. അല്ല, ഖുർആനിലും സുന്നത്തിലും ഇന്ന ആയത്തനുസരിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു, ഇതനുസരിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയും. അപ്പോഴേ മനസ്സിലാവുള്ളൂ. നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന അത് തെറ്റാണെന്നല്ലേ മുജാഹിദികളെ നിങ്ങൾ പറയുന്നത്? എന്താ അതിന് തെളിവ്? നമ്മളെന്താ പറയല്? ഖുർആനിലും സുന്നത്തിലും എന്താണോ കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് അതാകുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് മാത്രം പറയുക അല്ല. അതനുസരിച്ച് കൂട്ടുപ്രാർത്ഥന നടത്തിയതിന് തെളിവ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് പാടില്ല എന്ന് പറയും. സുബൈക്ക് മാത്രമുള്ള കുനൂത്ത് ഓതാൻ പാടില്ലെന്നല്ലേ മുജാഹിദികളെ നിങ്ങളെ വാദം? എന്താ അതിന് തെളിവ്? ഖുർആനിലും സുന്നത്തിലും എന്താണോ കുനൂത്തിനെ കുറിച്ച് പറഞ്ഞത് അതാകുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് മാത്രമാണോ നമ്മൾ പറഞ്ഞത്? അല്ല. ഖുർആൻ ഹദീസ് അനുസരിച്ച് ഐ മുഹ്ദസുൻ, അത് മുഹദസാണ്, ബിദ്അത്താണെന്നുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാകുന്നു നമ്മുടെ തീരുമാനം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, സ്ത്രീകളെ പള്ളിയിലേക്ക് വിളിക്കണമെന്നാണല്ലോ മുജാഹിദികളെ നിങ്ങൾ പറയുന്നത്. എന്താണ് അതിന് തെളിവെന്ന് ചോദിക്കുമ്പോ ഖുർആനിലും സുന്നത്തിലും എന്താണോ സ്ത്രീ പള്ളി പ്രവേശത്തെ കുറിച്ച് പറഞ്ഞത് അതാകുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല നമ്മൾ ചെയ്തത്. അതനുസരിച്ചുകൊണ്ട് ഖുർആൻ അനുസരിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു. സിഹ്ർ ഫലിക്കുമോ? അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? ഈ വിഷയത്തിൽ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് സച്ചരിതരായ സലഫുസ് സാലിഹീങ്ങൾ ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അതാകുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അതനുസരിച്ച് സിഹ്റിന് ഹഖീഖത്തുണ്ട്, എന്നാൽ അത് ചെയ്യുന്നത് മഹാപാപമാണ്, കുറ്റകരമാണ്, ഈ പണിക്കന്മാരെയും സിദ്ധന്മാരെയും സമീപിക്കാൻ പാടില്ല എന്ന് പറയണം. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആളുകൾക്ക് വിഷയം മനസ്സിലാവില്ല. ഒരിക്കൽ ചോദിച്ചു അത്രേ, ബഷീറിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞത് നാസറിന്റെ വീടിന്റെ അടുത്താണ്. നാസറിന്റെ തൊട്ട വീടിന്റെ അടുത്താണ്. നാസറിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അത് ബഷീറിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ രണ്ടാളെയും വീട് എവിടെയെന്ന് ചോദിച്ചു. രണ്ടാളെയും വീട് തൊട്ടടുത്തടുത്താണ്, അടുത്തടുത്താണ്. ഈ ചോദിച്ച ആൾക്ക് ബന്ധ്യ മനസ്സിലായി, വീട് മനസ്സിലായില്ല, സ്ഥലവും മനസ്സിലായിട്ടില്ല. എന്നാ ഉത്തരം പറഞ്ഞില്ലേ? പറഞ്ഞു. ഇങ്ങനെയല്ല നമ്മൾ ഉത്തരം പറയല്ലേ, ഇങ്ങനെയല്ല നമ്മൾ ആദർശം പറഞ്ഞത്.
വിഷയം ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി കൃത്യമായി പഠിപ്പിച്ചൊരു പ്രസ്ഥാനല്ലേ മുജാഹിദ് പ്രസ്ഥാനം. അത് ഇനിയും നമുക്ക് കഴിയണം. നമുക്കിത് മൂടി വെക്കാനാവില്ല. എടവണ്ണയിൽ അലവി മൗലവി മുതലുള്ള നമ്മുടെ പണ്ഡിതന്മാർ തുടങ്ങി വെച്ച കത്തിച്ചു വെച്ച ഈ കൈത്തിരി ഏത് കൊടുങ്കാറ്റിലും കെടാൻ ഇവിടെ ആദർശബോധമുള്ള മുജാഹിദുകൾ അനുവദിക്കില്ല. അതാണ് ഇവിടെ വീണ്ടും ആദർശ സമ്മേളനം നടക്കുന്നത്. സഹോദരങ്ങളെ, എല്ലാവരും ഖുർആനിലേക്കും സുന്നത്തുക്കും മടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ പേടിക്കേണ്ട കാര്യം? അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാവൂല എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ ഒരുമിക്കണം, മുറുകെ പിടിക്കണം, ഐക്യപ്പെടണം. നിങ്ങൾ ഭിന്നിക്കരുത്. എന്താ അതിന്റെ കാര്യം? ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ മടങ്ങിയാൽ ഒരിക്കലും നമ്മൾ ഭിന്നിക്കുകയില്ല. അപ്പോ ഐക്യം അടങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമുണ്ടാവൂല, ആളുകൾക്ക് സന്തോഷമാവുള്ളൂ. പിന്നെ മരിച്ചു പോണ്ടേ? നമുക്ക് മരിച്ചു പോകണം. മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ വേണം. കുറെ ആളുകൾ കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനായ പി അബ്ദുൽ ഖാദർ മൗലവി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. എത്ര പണ്ഡിതന്മാര് പോയി. അള്ളാഹു എല്ലാവർക്കും മഅ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി ബാക്കിയുള്ളവരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം വേണ്ടേ? അത് തീരുമാനം വേണം. പക്ഷേ അത് മയ്യത്ത് നമസ്കരിക്കുന്നത് വരെ എല്ലാവരും ഉണ്ടാവും. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഖബറിന്റെ അടുക്ക് അതിലൊരു 80% ആൾക്കാർ വന്നു എന്ന് വരും. തസ്ബീത്ത് ചെല്ലുന്നത് വരെ എല്ലാവരും അവിടെ നിൽക്കും. തസ്ബീത്ത് ചെല്ലി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാവരും പോരും. പിന്നെ സ്വന്തം മകനും കുടുംബങ്ങളും കുറച്ചേരം കൂടി അവിടെ നിൽക്കും. എന്നിട്ട് അവരും അവസാനം പോരും. അവരുടെ കാൽപാദങ്ങൾ അവിടുന്ന് ഇങ്ങനെ അകലുന്നതിനനുസരിച്ച് മലക്ക് വരും. അവിടെ ചോദ്യമുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്. ആ ഉത്തരം പറയാൻ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അവിടെ സംഘടന ഉണ്ടാവില്ല, നേതാക്കന്മാരും ഉണ്ടാവില്ല, നമ്മളെ കുടുംബം ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഖബറിൽ ശിക്ഷ ഉണ്ടോ? ഇപ്പൊ ചർച്ച ഉണ്ടാ വിഷയേ. അതിൽ ചർച്ച ഉണ്ട്. എന്താ സലാം സുല്ലമി പറഞ്ഞത്? ആത്മീയമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ശാരീരികമായി ശിക്ഷിച്ചോളുന്നില്ല എന്നാണ്. ഈ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മരിച്ചു പോണതെങ്കിൽ, ഇതിലൊരു ക്ലിയറൻസ് കിട്ടാതെയാണ് നമ്മൾ മരിച്ചു പോയതെങ്കിൽ, അവിടെ വെച്ചിട്ട് പടച്ചോനെ ഇതുള്ള കാര്യം ഞങ്ങൾക്ക് തീരുമാനം കിട്ടിയില്ലല്ലോ. ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ? ഖുർആനിലും സുന്നത്തിലും എന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞത് അതാകുന്നു ഞങ്ങളുടെ തീരുമാനം. ഞാൻ വിചാരിച്ചു, ഈ മരിച്ച ആള് വിചാരിച്ചെന്താ ഇല്ലാന്നാണ് തീരുമാനം എന്നാണ്. കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങാതെയാണ് നമ്മൾ മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ 10,000 നമുക്ക് നിസ്കരിക്കാണ്ടായിട്ടും കാര്യമില്ല. ഖബറിൽ നമ്മൾ ഒറ്റപ്പെടും. നാളെ വിചാരണക്ക് വരുമ്പോൾ അതിലേറെ ഒറ്റപ്പെടും. അതുകൊണ്ടാണ് അവിടെ വെച്ച് പ്രാർത്ഥിക്കും. നരകത്തിൽ വെച്ച് ആളുകൾ പറയും, ദാ ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കാൻ കാരണക്കാരായവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. ആ പ്രാർത്ഥനയിൽ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉൾപ്പെടരുത്. നമ്മൾ തക്ലീദിന്റെ ആളുകളല്ല. നമ്മൾ ഒരിക്കലും ആളുകൾ അന്ധമായി പഠിപ്പിച്ചു വന്നവരല്ല. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചവരാണ്. നമ്മുടെ കേരളത്തിലെ KM മൗലവി മുതൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽ EK മൗലവി മുതൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൈത്തിരി ഏറ്റുവാങ്ങിയ ഡോക്ടർ ഉസ്മാൻ സാഹിബും അതുപോലെ തന്നെ ഉമർ മൗലവിയും KP മുഹമ്മദ് മൗലവിയും ഇതുപോലെയുള്ള ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ കൊളുത്തിവെച്ച ഈ ദീപം അഖ്ലാനിയത്തിൽ കൊണ്ടുപോയി, അന്ധമായ അനുകരണത്തിൽ കൊണ്ടുപോയി നമ്മുടെ അണികളെ ഒതുക്കുവാൻ ഒരിക്കലും നമുക്ക് പാടില്ല. നമുക്ക് നാളെ സ്വർഗം കിട്ടണം. മരിച്ചാൽ പോരാ, നമുക്ക് മരിക്കുന്നത് വരെ ഒന്നിച്ചു നിന്നാൽ പോരാ. നന്നായി മരിച്ച് നന്നായി നമുക്ക് ജീവിച്ച് ഒന്നായി മുന്നോട്ട് പോയി അങ്ങനെ മരണപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന വിശ്വാസികളായി നമുക്ക് രംഗത്ത് വരെ നമുക്ക് നാളെ വിചാരണയെ നേരിടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കഴിഞ്ഞ 14 വർഷത്തെ ആശയപരമായ കാര്യങ്ങൾ, ഇവിടെ വ്യക്തിപരമായ വിഷയം ചർച്ചയ്ക്ക് എടുക്കണേയല്ല. അത് വെളുപ്പലക്കലാണ്. അതിന്റെ ആവശ്യം ഇല്ല. നമുക്ക് ഈ ഐക്യം യാഥാർത്ഥ്യമാകണം, അത്ര മാത്രമേ ഉള്ളൂ. മുജാഹിദ് ഐക്യം നമുക്ക് എന്ത് ചെയ്യണം? ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിലും ക്ലിയർ ആകണം. അത് ഇൻഷാ അല്ലാഹ് നമ്മളെ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കും. അത് നിങ്ങൾ ആദ്യാവസാനം കേൾക്കുകയാണ് വേണ്ടത്. അത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകണം സുഹൃത്തുക്കളെ. എനിക്കൊരു അവസാനിപ്പിക്കുമ്പോൾ ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താ അറിയോ? ഇനിയെങ്കിലും നമുക്കൊരു വകതിരിവ് ഉണ്ടാകണം എന്നുള്ളതാണ്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ്. എന്താണെന്നറിയോ? ഇതുവരെ നമ്മൾ 2012 ശേഷം വീണ്ടും കുറെ ശിർക്കാരോപണം നമ്മൾ നടത്തി. അവൻ ജിന്നാണ്, ഇവൻ ജിന്നൂരിയാണ്, അവനെ നിസ്കരിക്കാൻ പാടില്ല, അവനെ തുടർന്നു കൂടാൻ പാടില്ല. ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുഹൃത്തുക്കളെ, അല്ലേ? ഇനിയും അത് തുടരാനാണ് ഈ ഐക്യപ്പെടല് എങ്കിൽ
നമ്മൾ നാട്ടുകാരെ മുമ്പിൽ വഷളാവും. യാതൊരു സംശയമോ കാര്യത്തിൽ വേണ്ട. അതായത് ഏതോ ഒരു പത്രം എഴുതിയിരുന്നു, രണ്ട് വിഭാഗവും ഒന്നിച്ചത് ഇവിടെയുള്ള പ്രബലമായ ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ പ്രബോധനം നടത്തുന്ന കൂട്ടായ്മയെ തകർക്കാനും അവരെ പ്രതിരോധിക്കാനും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനുമാണ്, അവരെ ഒതുക്കാനാണ് എന്നൊരു പത്രം എഴുതിയിരുന്നു. ആ വാർത്ത ഒരു സുന്നി പത്രമാണെന്നാണ് എന്റെ തോന്നൽ. ഞങ്ങളാരും അത് അപ്പൊ വിശ്വസിച്ചിട്ടില്ല. കാരണം അത് സുന്നികളുടെ ആരോപണം മാത്രമായിരിക്കും, അവരെ ഐക്യത്തിനെതിരെ പറയുന്നതായിരിക്കുമെന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഐക്യം നടന്ന ശേഷം പല സ്ഥലങ്ങളിലുമുള്ള അനുഭവങ്ങൾ നേരെ തിരിച്ചാണ്. ആ പറഞ്ഞതിൽ ചില സത്യങ്ങൾ ഉള്ളതുപോലെയാണ്. ചില പള്ളി സെക്രട്ടറിമാരുടെ വീട്ടിൽ സംഘമായി വരികയാണ്. എന്നിട്ടോ, ഞങ്ങൾ ഒന്നായിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ അടുത്ത ആഴ്ച മുതൽ നിങ്ങളിവിടെ ഖുത്ബ പറയാൻ പാടില്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഖുത്ബ പാടില്ല, ഇനി ഞങ്ങളെ ഏൽപ്പിക്കണം, അതിന്റെ താക്കോല് ഞങ്ങളെ ഏൽപ്പിക്കണം, ഇനി ഞങ്ങളുടെ ഖത്തീബാണ് പറയാം. എന്തിനാ സഹോദരങ്ങൾ ഇനി ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും രണ്ടാമത് മഹല്ല് ഭിന്നിപ്പിക്കാനും വീട് ഭിന്നിപ്പിക്കാനുമാണോ ഈ ഐക്യം? നമ്മുടെ രാഷ്ട്രീയക്കാരും രാഷ്ട്ര നേതാക്കന്മാരും ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇനി ഇതിന്റെ പേരിൽ മുജാഹിദീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായി, കുഴപ്പമുണ്ടായി, മഹല്ല് പൂട്ടി, അവിടെ ഖത്തീബിനെ വലിച്ചിട്ടു, കുഴപ്പമുണ്ടായി എന്നൊരു വാർത്ത ഇനി കേൾക്കൂലല്ലോ. ഞങ്ങൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഉണ്ട്, ഇനി മുജാഹിദീങ്ങളെ പേരിൽ ഒരു കുഴപ്പവും ഒരു വക്കീൽ കേസ് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന സന്തോഷമാണ് അവരൊക്കെ പങ്കുവച്ചത്. പക്ഷേ ഈ ഐക്യണ്ടായതിന്റെ പേരിൽ ഇനി ഒരു മൂന്നാമത്തെ വിഭാഗത്തിന് ഒതുക്കാനും അവര് നടത്തുന്ന പള്ളികൾ ഇല്ലാതെയാക്കാനും ഒക്കെയാണോ നമ്മൾ ശ്രമിക്കുന്നത്? അങ്ങനെയുള്ള ഒരു ശ്രമമാണ് എങ്കിൽ അതാണ് ഇപ്പൊ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, പല പള്ളികളിലും പ്രശ്നമുണ്ടായി. വെള്ളിയാഴ്ച എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എതിർത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഖത്തീബുമാര് രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി. ചില പള്ളികളുടെ താക്കോൽ അവർ വാങ്ങിക്കൊണ്ടുപോയി. ഇതാണോ ഐക്യം? ഇതൊന്നും യഥാർത്ഥ ഐക്യമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത് നമുക്ക് വലിയ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും ഒരു വകതിരിവ് വേണം. ഇനിയും കുറെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന് തൗബ ചെയ്യാൻ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഇനി കുറെ ആരോപണങ്ങൾ പറയാം, എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് അത് തൗബ ചെയ്യാം, അതൊക്കെ വിട്ടു. അങ്ങനെയുള്ള തൗബ സ്വീകരിക്കൂല പടച്ചോൻ. തൗബക്കൊണ്ട് ഷർത്ത്, ഒരു തെറ്റ് പിന്നെ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പറയുമ്പോ നിങ്ങളിപ്പോ ജിന്നിനോട് പ്രാർത്ഥിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചത്. ഈ കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് ഈ സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ സുഹൃത്തുക്കളെ? പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജിന്നിനോടും മലക്കിനോടും മഹാന്മാരോടും പ്രാർത്ഥിക്കരുത്, പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ലഘുകൃതി 16 ലക്ഷം വീടുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. 16 ലക്ഷം വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാനുള്ള സന്ദേശങ്ങൾ കൈമാറി. ഇതാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നത്. എല്ലാവർക്കും കണ്ടതല്ലേ? ഇവിടെ ഒരു ആത്മീയ ചൂഷണത്തിന്റെ കേന്ദ്രവും ഞങ്ങൾ ആരും തുടങ്ങിയിട്ടില്ല. അതിനെതിരെയുള്ള സന്ദേശങ്ങളാണ് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചത്. അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമല്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ പ്രാർത്ഥിക്കുന്നതും ആ നിലക്കുള്ള എല്ലാ സഹായതട്ടങ്ങളും ശിർക്കാണ് എന്ന് 1000 തവണ പ്രഖ്യാപിച്ച ഒരു കൂട്ടായ്മയാണിത്. പിന്നെ എന്തിനാ ആ ഒരു സംശയം വെച്ചുകൊണ്ട് ഈ പള്ളി പിടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പിന്നെ നമ്മൾ കടന്നു വരേണ്ട കാര്യം? സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും എന്റെ സുഹൃത്തുക്കളോട് ഇടവണ്ണയിലെ പരിസര പ്രദേശങ്ങളിലെ നല്ല മനസ്സുള്ള 2 വിഭാഗത്തിലും, മടവൂർ വിഭാഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ കൂടെയുള്ള ആളുകളിലും ഒക്കെ നല്ല മനസ്സുള്ള കുറെ ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇനിയെങ്കിലും ആരോപണം പറയുന്നിടത്തും പള്ളിക്കെന്ന് മൗലവിനെ വലിച്ചിടത്തും നല്ലോണം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഇതിനും നമ്മൾ തൗബ ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് വരും എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, പെട്ടെന്ന് വെച്ച ആദർശ സമ്മേളനങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ കൂടി എല്ലാവരും സഹകരിച്ചാൽ ഇതിന്റെ ചെലവുകൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. നിങ്ങളടുക്ക് സംഭാവനയുടെ ബോക്സ് വരുമ്പോൾ കഴിവിന്റെ പരമാവധി ഒരു തുക നമ്മളതിൽ നിക്ഷേപിക്കുക. എന്നാൽ കടങ്ങളില്ലാതെ ഈ പ്രശ്നങ്ങൾ തീർക്കാം. സ്ത്രീകൾ സഹോദരിമാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നേർപ്പഥം എന്ന പേരിൽ ഒരു വാരിക ഇൻഷാ അല്ലാഹ് ജനുവരി 8-ാം തീയതി പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ആദർശപരമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും ഗുണകാംക്ഷയുടെ ഒരു ശബ്ദമാണ് യഥാർത്ഥത്തിൽ നേർപ്പഥം. അത് വരി ചേർക്കാത്ത ആളുകൾ വരി ചേർക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ